الحمدلله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وإذا قرئ القرآن فاستمعوا له وأنصتوا لعلكم ترحمون ഏറെ സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പരമകാരുണികനും കരുണാനിധിയുമായ പടച്ചതമ്പുരാന്റെ വിധിയും വിലക്കുകളും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഏറ്റവും നന്നായി പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് എല്ലാവരോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു ആ നിലക്ക് ജീവിച്ച് അപ്രകാരം ഈ ദുനിയാവിൽ നിന്ന് അവസാന യാത്രക്കൊരുങ്ങാനുള്ള ഏറ്റവും ഉന്നതമായ ഭാഗ്യം നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അയാൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് അല്ലാഹു അയാളെ സ്നേഹിക്കുക എന്നതും അല്ലാഹു അയാളോട് കാരുണ്യം കാണിക്കുക എന്നതും. പടച്ചവന്റെ റഹ്മത്തില്ലാതെ, അവന്റെ കാരുണ്യമില്ലാതെ നമുക്കിവിടെ ജീവിക്കുക സാധ്യമേയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഒരിക്കൽ സ്വഹാബിമാരോട് അദ്ദേഹം പറഞ്ഞു, വഅലമു അന്നഹു ലൻ യൻജുവ അഹദും മിൻകും ബിഅമലി. സ്വഹാബത്തെ, നിങ്ങൾ ഒരു കാര്യം അറിയണം. എന്താണ് ആ കാര്യം എന്നറിയോ? ഒരാൾക്കും തന്നെ അവനവന്റെ അമലുകൾ കൊണ്ട് മാത്രം സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ സാധ്യമേയല്ല. അപ്പൊ ഖാലു യാ റസൂലല്ലാഹ് വല അൻത. ആ സമയത്ത് സ്വഹാബിമാര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ചോദിച്ചൊരു ചോദ്യം, നബിയേ, ഇങ്ങളെ കാര്യം അങ്ങനെ തന്നെയാണോ എന്ന് ചോദിക്കണം. അപ്പൊ സ്വഹാബിമാരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, വല അന, എനിക്കും എന്റെ അമലുകൾ കൊണ്ട് മാത്രം സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ സാധ്യമേയല്ല. എങ്ങനെയായിട്ടല്ലാതെ ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫദ്ലിൻ. നാളെ പരലോകത്ത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാവിന്റെ മുമ്പിലേക്ക് എത്തിച്ചേരുന്ന സമയത്ത് അവന്റെ പ്രവിശാലമായ കാരുണ്യം കൊണ്ട് എന്നെ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാവ് മൂടി പുതച്ചിട്ടില്ല എങ്കിൽ എനിക്കും സ്വർഗം ലഭ്യമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരെ പഠിപ്പിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും കാണാൻ കഴിയും. അപ്പൊ രണ്ട് ലോകത്തും പടച്ചോന്റെ റഹ്മത്തോടുകൂടെ അവന്റെ കാരുണ്യം നേടി ജീവിക്കാൻ കഴിയുക എന്നത് നമ്മുടെ ജീവിതത്തിൽ നാം ഓരോരുത്തരും നിർവഹിക്കേണ്ട സുപ്രധാനമായ ഒരു കാര്യമാണ്. സഹോദരങ്ങളെ, ഞാനുങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ജീവിതത്തിന്റെ ഓരോ സമയത്തും അല്ലാഹ് എന്നെ സ്നേഹിക്കണം, പടച്ചോൻ എന്നെ ഇഷ്ടപ്പെടണം, അവന്റെ റഹ്മത്ത് അത് ഏതേത് സമയത്തും എന്നിൽ ലഭ്യമാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. എന്തുണ്ട് അതിന് പരിഹാരം? പടച്ചോന്റെ കാരുണ്യം ഓരോ സമയത്തും നമുക്ക് ലഭ്യമാവാൻ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായി കൊണ്ടുവരേണ്ടത്? പരിശുദ്ധ ഖുർആനും സുന്നത്തും പരിശോധിച്ചാൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ പടച്ചോന്റെ കാരുണ്യം നമുക്ക് ലഭ്യമാകുമെന്ന് അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ ഖുതുബയിലൂടെ ഞാനത് ഓരോന്നും സമയബന്ധിതമായി വിശദീകരിക്കുകയാണ്. ഇതിലേതെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അതിലൊന്ന് അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം നമ്മളോട് എന്തൊരു കാര്യമാണോ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്, ഏതൊരു കാര്യമാണോ ചെയ്യരുത് എന്ന് പറഞ്ഞത്, ആ കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവർ അവർക്ക് പടച്ചോന്റെ കാരുണ്യം ലഭിക്കും എന്ന് അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കണം. പടച്ചോൻ പറയാണ്, വഅതീഉർ റസൂൽ വഅതീഉല്ലാഹ വർ റസൂൽ ലഅല്ലകും തുർഹമൂൻ. മനുഷ്യരെ, നിങ്ങൾക്ക് പടച്ചോന്റെ കാരുണ്യം വേണോ? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതേത് സമയത്തും അല്ലാഹുവിന്റെ ഇഷ്ടം വേണോ? പടച്ചോന്റെ പൊരുത്തം നിങ്ങൾക്ക് അനിവാര്യമാണോ? അതിന് നിങ്ങളുടെ ജീവിതത്തിൽ രണ്ടു കാര്യങ്ങൾ അനിവാര്യമായി കൊണ്ടുവരണേ. അതിലൊന്ന്
അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് പടച്ചോൻ നിങ്ങളോട് എന്തൊക്കെ കാര്യങ്ങളാണോ പറഞ്ഞത് അതിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് മനുഷ്യരെ നിങ്ങൾ ഓരോരുത്തരും ജീവിക്കണേ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതൊരു കാര്യമാണോ നിങ്ങളോട് ചെയ്യണമെന്ന് പറഞ്ഞത് ആ കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾ അനുസരിക്കണേ. ഏതൊരു കാര്യമാണോ നിങ്ങളോട് നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാചകൻ അരുത് ചെയ്യരുത് പാടില്ല എന്ന് പറഞ്ഞത് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും കൊണ്ടുവരാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾ അനുസരിക്കണേ. വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫന്തഹൂ. നിങ്ങളുടെ പ്രിയപ്പെട്ട ഹബീബ് എന്തൊരു കാര്യം നിങ്ങളോട് ചെയ്യണമെന്ന് പറഞ്ഞോ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരണേ. ഏതൊരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞോ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും നിങ്ങൾ കൊണ്ടുവരരുത്. അങ്ങനെ മനുഷ്യരെ നിങ്ങൾ ജീവിച്ചാൽ ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് പടച്ചോന്റെ പ്രവിശാലമായ കാരുണ്യം അല്ലാഹു തആല നിങ്ങൾക്ക് നൽകും. ഇതാണ് സഹോദരങ്ങളെ ഒന്നാമത്തെ കാര്യം. ചില ആളുകളൊക്കെ പടച്ചോൻ പറഞ്ഞതാണോ ഖുർആനിലുള്ളതാണോ എന്നാ ഓക്കെ അത് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. ഹദീസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, അതാണെങ്കിൽ ഒന്ന് ആലോചിക്കണം. അത് കാലഘട്ടത്തിന് ഫിറ്റല്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരൂല. പിന്നെ എൻ്റെ ബുദ്ധിക്ക് തോന്നണം എന്നാലേ ഞാൻ ആ ഹദീസ് സ്വീകരിക്കുള്ളൂ എന്നൊക്കെ സംസാരിക്കുന്ന ആളുകളെ സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അത് അതേപോലെ ചെയ്യൽ ഒരു സത്യവിശ്വാസിയുടെ മേൽ ബാധ്യതയുള്ള വിഷയമാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ പടച്ചോന്റെ കാരുണ്യം ലഭ്യമാവുകയുള്ളൂ എന്നാണ് ഖുർആനിന്റെ 3-ാം അധ്യായത്തിന്റെ 132 നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. രണ്ടാമതൊരു കാര്യം, സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിനെ പിൻപറ്റി തഖ്വയോടുകൂടെ നാം ഓരോരുത്തരും ജീവിക്കുക എന്നതാണ്. അല്ലാഹു നമ്മളോട് പറയുന്നു, വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ഫത്തബിഊഹു വത്തഖൂ ലഅല്ലകും തുർഹമൂൻ. വീണ്ടും നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാവ് നമ്മളോട് ചോദിക്കുകയാണ്, മനുഷ്യരെ, നിങ്ങൾക്ക് പടച്ചോന്റെ കാരുണ്യം വേണോ? അല്ലാഹു തആല നിങ്ങളെ ഓരോരുത്തരെയും ഇഷ്ടപ്പെടണോ, സ്നേഹിക്കണോ? അതിന് രണ്ടാമതായി നിങ്ങൾ ചെയ്യേണ്ട വിഷയം എന്താണെന്നറിയുമോ? വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ. ഇതാ മനുഷ്യരെ, നിങ്ങൾക്ക് അനുഗ്രഹീതമായ ഒരു വേദഗ്രന്ഥത്തെ ഞാനിതാ നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു. ഈ വേദഗ്രന്ഥം നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ വേദഗ്രന്ഥത്തെ മനുഷ്യരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ ഓരോരുത്തരും ജീവിക്കണേ. ഫത്തബിഊഹു. ആ വേദഗ്രന്ഥത്തിന്റെ വചനാമൃതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് മനുഷ്യരെ നിങ്ങൾ ജീവിക്കണേ. വത്തഖൂ. അതിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും അത് പടച്ച തമ്പുരാൻ നിങ്ങളോട് പറഞ്ഞ വിഷയമാണ്. അതുകൊണ്ട് അവയോരോന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് മനുഷ്യരെ നിങ്ങൾ ജീവിക്കണേ. അങ്ങനെയാണെങ്കിൽ പടച്ചോന്റെ പ്രവിശാലമായ കാരുണ്യം അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയേക്കാം. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ജീവിക്കാൻ നമ്മൾ ഒരുക്കാണെങ്കിൽ പടച്ചോന്റെ കാരുണ്യം നമുക്ക് ലഭ്യമായേക്കാം. യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇദതും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഖദ് ജാഅതുകും മൗഇദതും മിർ റബ്ബികും, നിങ്ങൾക്കിതാ നിങ്ങളുടെ പ്രിയപ്പെട്ട രക്ഷിതാവിങ്കിൽ നിന്ന് സതുപദേശത്തിന്റെ, സാരോപദേശത്തിന്റെ ഉന്നതമായ ഒരു ഗ്രന്ഥം ഇതാ മനുഷ്യരെ ആകാശത്തുള്ള നിങ്ങളുടെ നാഥൻ ഈ ഭൂമിയിലുള്ള നിങ്ങളിലേക്ക് ഇറക്കി തന്നിരിക്കുന്നു. എന്താണ് ഈ വേദഗ്രന്ഥത്തിന്റെ പ്രത്യേകത എന്നറിയുമോ? വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ.
ഇന്ന് മനുഷ്യരെ നിങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ വ്യതകളുണ്ടോ, എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ, എന്തൊക്കെയാണോ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ, അതിനെല്ലാമുള്ള ശമനൌഷധമാണ്, പരിഹാരമാണ് ഈ പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ആ പരിശുദ്ധ ഖുർആനിലേക്ക് നന്നായി നിങ്ങൾ അടുത്തോളൂ. എങ്കിൽ പടച്ചവന്റെ കാരുണ്യം നിങ്ങൾക്ക് അല്ലാഹു തആല നൽകും. മൂന്നാമത്തൊരു കാര്യം സഹോദരങ്ങളെ, അള്ളാന്റെ പരിശുദ്ധ ഖുർആനിന്റെ പാരായണം അത് ശ്രദ്ധിച്ച് നാം ഓരോരുത്തരും കേട്ടാൽ പടച്ചവന്റെ കാരുണ്യം നമുക്ക് ലഭിക്കും. ഇത് പറയുമ്പോൾ ശരിക്കും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, സഹോദരങ്ങളെ, ഖുർആൻ ഓതാൻ എത്ര സമയമാണ് ശരിക്ക് നമ്മൾ ഓരോരുത്തരും എടുക്കാറുള്ളത്? അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ എത്ര സമയമാണ് ശരിക്ക് നമ്മുടെ ജീവിതത്തിലുള്ളത്? ഇന്ന് സൂറത്തുൽ കഹ്ഫ് നമ്മളൊന്ന് പാരായണം ചെയ്തു. നമ്മുടെ മൊബൈലുകളിൽ ലോകത്തെ ഏറ്റവും പ്രസിദ്ധരായ പ്രശസ്തരായ കാര്യങ്ങളുടെ മനോഹരമായ പരിശുദ്ധ ഖുർആനിന്റെ പാരായണമുണ്ട്. കേൾക്കാൻ എമ്പാടും സൗകര്യങ്ങളുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 5 മിനിറ്റെങ്കിലും ഞാൻ മുടങ്ങാതെ അള്ളാന്റെ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഞാൻ കേൾക്കാറുണ്ട് എന്ന് നമ്മുടെ കൂട്ടത്തിലെ എത്ര ആളുകൾക്ക് ആത്മാഭിമാനത്തോടുകൂടെ പറയാൻ കഴിയും? ഞാൻ എൻ്റെ ജീവിതത്തിന്റെ ഓരോ ദിവസങ്ങളിലും ചെറിയൊരു സമയമാണെങ്കിലും ഞാൻ അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ കേൾക്കാറുണ്ട് എന്ന് പറയാൻ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, യുവാക്കളെ, സഹോദരിമാരെ, നമ്മുടെ കൂട്ടത്തിലെ എത്ര ആളുകൾക്കാണ് സാധിക്കുക? അല്ലാഹു തആല നമ്മളോട് പറയാണ്, വഇദാ ഖുരിഅൽ ഖുർആൻ, മനുഷ്യരെ, നിങ്ങളിലേക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഒന്ന് പാരായണം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഫസ്തമിഊ ല, നിങ്ങൾ ആ പാരായണത്തെ ശ്രദ്ധിച്ച് കേൾക്കണേ. വഅൻസിതൂ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ പാരായണം അത് മനുഷ്യരെ നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും നിശബ്ദമായിട്ടാണ് നിങ്ങൾ അത് കേൾക്കേണ്ടത്. അങ്ങനെ പരിശുദ്ധ ഖുർആനിന്റെ വചനാമൃതങ്ങളെ ശ്രദ്ധയോടുകൂടെ നിങ്ങൾ ആരെങ്കിലും കേട്ടുകഴിഞ്ഞാൽ ലഅല്ലകും തുർഹമൂൻ, പടച്ചോന്റെ അത്യുന്നതമായ കാരുണ്യം 2 ലോകത്തിലും മനുഷ്യരെ നിങ്ങൾക്ക് ലഭ്യമാകും. അതുകൊണ്ട് അള്ളാന്റെ ഖുർആനെ അത് കേൾക്കാനുള്ളൊരു മനസ്സുള്ളവരായി മാറാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. ഒരു ദിവസത്തിൽ ചെറിയൊരു സമയമാണെങ്കിലും പരിശുദ്ധ ഖുർആൻ അതിൻ്റെ മനോഹരമായ പാരായണം കേൾക്കുന്നവരായി മാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മറ്റൊരു കാര്യം പഠിച്ചു നമ്മളോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് അള്ളാന്റെ കാരുണ്യമാണോ? അല്ല നിങ്ങളെ സ്നേഹിക്കണോ? പടച്ചോന്റെ ഇഷ്ടം മനുഷ്യരെ നിങ്ങൾക്ക് വേണോ? നിങ്ങളുടെ നിസ്കാരം അത് കൃത്യമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നോളൂ. സക്കാത്ത് കണിശമായി മനുഷ്യരെ നിങ്ങൾ നൽകിക്കോളൂ. എങ്കിൽ അല്ലാഹുവിന്റെ ഇഷ്ടം അത് നിങ്ങൾക്ക് ലഭ്യമാകും. പടച്ചോൻ പറയാണ്, വഖീമുസ്സലാ വഅതുസ്സകാ വഅതിഉർ റസൂൽ ലഅല്ലകും തുർഹമൂൻ. വഖീമുസ്സലാ, മനുഷ്യരെ നിങ്ങൾ ഓരോരുത്തരും നമസ്കാരം മുറപ്രകാരം നിർവഹിക്കണേ. പെരുന്നാൾ വരുന്ന സമയത്ത് മാത്രമല്ല, റമദാനിൽ മാത്രമല്ല, വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ ഒരു 3 ദിവസമോ ഒരാഴ്ചയോ മാത്രമല്ല, നമസ്കാരം കൃത്യമായി തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു നല്ല സാഹചര്യം മനുഷ്യരെ നിങ്ങളുടെ ജീവിതത്തിൽ വേണേ. വഅതുസ്സകാ, നമസ്കാരത്തോട് ചേർത്തി പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല സക്കാത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് 83 സ്ഥലങ്ങളിലാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സക്കാത്തിനെയും കൃത്യമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ജീവിക്കാൻ മനുഷ്യരെ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ അല്ലാഹു പറയാണ്, ലഅല്ലകും തുർഹമൂൻ, പടച്ചോന്റെ അത്യുന്നതമായ കാരുണ്യം അല്ലാഹു തആല നിങ്ങൾക്ക് നൽകും. അതുകൊണ്ട് നിസ്കാരവും സക്കാത്തും ഒരേപോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നോളൂ. നിസ്കാരത്തിന്റെ കഥ എന്താ സഹോദരങ്ങളെ? നമ്മളൊക്കെ അൽഹംദുലില്ലാഹ് ഈ ജുമഅയും നമ്മുടെ വിശുദ്ധ ഖുർആനിന്റെ പഠന പാരായണ സംവിധാനങ്ങളൊക്കെ കൃത്യമായി നിസ്കരിക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട്. പടച്ചോനെ നിലനിർത്തി തരുമാറാകട്ടെ.
എന്ന് നമ്മുടെ കുട്ടികളുടെ അവസ്ഥ എന്താണ്? ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ നമുക്ക് ആത്മാഭിമാനത്തോടുകൂടെ പറയാൻ കഴിയോ, എൻ്റെ 3 മക്കൾ അവരോരോരുത്തരും കൃത്യമായി നമസ്കരിക്കുന്നവരാണെന്ന്? സഹോദരങ്ങളെ, നമുക്ക് പറയാൻ കഴിയോ? നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അവര് കൃത്യമായി നമസ്കരിക്കുന്നത് കൺകുളിർമയോടുകൂടെ കാണാനുള്ള ഭാഗ്യം ലഭിച്ച പിതാവായി മാതാവായി മാറാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോന്ന് ഈ നേരം വീണ്ടും നാം ഓരോരുത്തരും നമ്മളോട് ചോദിക്കണം. എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചോ സഹോദരങ്ങളെ നമ്മൾ പടച്ചവനോട്? ലോകത്തിലേക്ക് വന്ന പ്രവാചകന്മാരൊക്കെ പടച്ചവനോട് പ്രാർത്ഥിച്ചില്ലേ? റബ്ബി ജഅൽനി മുഖീമസ്സലാഹ വമിൻ ദുരിയതി. പടച്ചോനെ, നീ എന്നെ കൃത്യമായി നിസ്കരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട സന്താനങ്ങളെയും അപ്രകാരമാക്കണേ എന്ന് ആത്മാർത്ഥമായി ഉൾവിളിയോടുകൂടെ പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുന്ന ഒരു നല്ല സാഹചര്യം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടോ? ഇത് കൃത്യമായി നാം ഓരോരുത്തരും നമ്മളോട് ചോദിക്കുക. അതുകൊണ്ട് നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ കൃത്യമായി പടച്ചോന്റെ കാരുണ്യം ഉണ്ടാവാൻ നമ്മൾ കൃത്യമായി നിസ്കരിക്കണം. നമ്മുടെ മക്കളെയും ആ രൂപത്തിൽ നമ്മൾ വളർത്തിയെടുക്കണം. മാത്രമല്ല, പടച്ചോനോട് നമ്മൾ പ്രാർത്ഥിക്കണം, പടച്ചോനെ എൻ്റെ കുട്ടിയാളെയും എന്നെപ്പോലെ കൃത്യമായി നിസ്കരിക്കുന്ന മക്കളാക്കണേ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നവരായി മാറാൻ നമുക്ക് കഴിയണം. മറ്റൊന്ന് സഹോദരങ്ങളെ, ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക എന്നതാണ്. പടച്ചോനോട് പ്രാർത്ഥിക്കുക. ചെറിയ കാര്യം കൊണ്ട് നമുക്ക് സ്വർഗം ലഭിച്ചേക്കാം. ഇപ്പൊ ഒരു നായക്ക് വെള്ളം കൊടുത്ത ഒരു മനുഷ്യനെ അതു കാരണത്താൽ, അയാൾ വിശ്വാസിയായിരുന്നു, തൗഹീദുണ്ടായിരുന്നു എന്ന കാരണത്താൽ അയാൾക്ക് പടച്ചോന് സ്വർഗം കൊടുത്തു. എന്നാൽ ഇതേപോലെ നിസ്സാരമായ കാര്യങ്ങൾ കൊണ്ട് ഒരു പക്ഷേ നരകം ലഭ്യമാകുന്ന സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അതുകൊണ്ട് ജീവിതത്തിന്റെ ഓരോ സമയത്തും നമ്മൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. പടച്ചോനെ, എന്റെ ജീവിതത്തിന്റെ ഇന്നലകളിൽ സംഭവിച്ചു പോയ ഏതൊക്കെ അരുതായ്മകളുണ്ട്, ചെറുതുണ്ടാവാ വലുതുണ്ടാവാ, എനിക്ക് അറിയുന്നതുണ്ട് പടച്ചോനെ, അറിയാത്തതുണ്ട്, അതെല്ലാം അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണേ എന്ന് റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മഹാനായ സ്വാലിഹ് അലൈഹിസ്സലാം അദ്ദേഹം തന്റെ ആളുകളോട് ചോദിക്കുന്ന വല്ലാത്തൊരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം? ഖാല യാ ഖൗമി ലിമ തസ്തഅജിലൂന ബിസയ്യിഅ ഖബ്ല അൽഹസന ലൗലാ തസ്തഗ്ഫിറൂന അല്ലാഹ ലഅല്ലകും തുർഹമൂൻ. എന്റെ ജനങ്ങളെ, നിങ്ങൾ എന്തിനാണ് നന്മയ്ക്ക് മുമ്പായി ഈ തിന്മകൾ ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾ എന്തിനാണ് ധൃതി കാണിക്കുന്നത്? നിങ്ങൾക്ക് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തുകൂടെ? നിങ്ങൾക്ക് അല്ലാഹുവിനോട് പാപമോചന പ്രാർത്ഥനകളെ അധികരിപ്പിച്ചുകൂടെ? പടച്ചോനെ, ഞങ്ങളുടെ ജീവിതത്തിൽ എത്രയേറെ തിന്മകളാണ്, അരുതായ്മകളാണ് പറ്റിപ്പോയത്. പടച്ചോനെ, അവയെല്ലാം നീ എനിക്ക് പുറത്തു നൽകണേ എന്ന് നിങ്ങൾക്ക് അല്ലാഹുവിനോടൊന്ന് പ്രാർത്ഥിച്ചുകൂടെ? അപ്രകാരം നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ലഅല്ലകും തുർഹമൂൻ, പടച്ചോന്റെ അത്യുന്നതമായ റഹ്മത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ട രക്ഷിതാവ് നിങ്ങൾക്ക് നൽകിയേക്കാം. അതുകൊണ്ട് അല്ലാഹുവിന്റെ കാരുണ്യം കൃത്യമായി നമുക്ക് ലഭിക്കാൻ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ആത്മാർത്ഥമായി ചൊല്ലുന്നവരായി മാറാൻ നമുക്ക് കഴിയണം. നിസ്കാരം എങ്ങനെ കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ് 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 എന്നൊരു 3 വട്ടം നമ്മൾ ചെല്ലുന്നുണ്ട്. നമ്മൾ അറിയുന്നുണ്ടോ അത് നമ്മൾ അറിയുന്നുവോ സഹോദരങ്ങളെ? അത് പണ്ടേ നമ്മളിങ്ങനെ കേട്ട് പഠിച്ചൊരു സംഗതിയാണ്. അത് നിസ്കാരം കഴിഞ്ഞാൽ എല്ലാവരും ചെല്ലുന്നു, അതേപോലെ നമ്മളും ചെല്ലുന്നു. പക്ഷെ ശരിക്ക് നമ്മളെ മനസ്സറിഞ്ഞ് ഹൃദയം അറിഞ്ഞ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചെല്ലാൻ നമുക്ക് കഴിയുന്നുണ്ടോ? കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഈ വെള്ളിയാഴ്ച വരെ ഞാൻ 100 തവണ മുടങ്ങാതെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചെല്ലലുണ്ട് എന്ന് നമ്മുടെ കൂട്ടത്തിൽ എത്ര അടുക്ക് പറയാൻ പറ്റും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത പ്രവാചകനാണ്. എന്നിട്ടും മുടങ്ങാതെ പടച്ചോനെ എന്റെ പാപങ്ങൾ പുറത്തു തരേണ്ടത് 100 തവണ അല്ലാഹുവോട് പ്രാർത്ഥിക്കാറുണ്ട് എന്ന് ഹദീസിൽ കാണാം. നമ്മളോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ 100 വട്ടം ചെല്ലും, നമ്മൾ എത്ര തവണ സഹോദരങ്ങളെ ചെല്ലേണ്ടത്?
അതുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ആത്മാർത്ഥമായി ചൊല്ലാൻ, ആ പ്രാർത്ഥനയെ അധികരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. മറ്റൊന്ന്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊരു കർമ്മവും അത് ഇഹ്സാനോടുകൂടെ ചെയ്യാൻ നമുക്കാവണം. അതേപോലെ ഇഹ്സാനോടുകൂടെ ജീവിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്താ ഇഹ്സാൻ? നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യണില്ല, അള്ളാനെ കാണില്ല. പക്ഷേ അള്ളാഹു നമ്മളെ കൃത്യമായി സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ രൂപത്തിൽ പടച്ചോനെ അമലുകൾ ചെയ്യുന്നവരാരോ അവർക്ക് പടച്ചോന്റെ ഉന്നതമായ കാരുണ്യം കിട്ടുന്ന പടച്ചോൻ നമ്മളെ അറിയിക്കുകയാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ രഹസ്യത്തിലും ജീവിതത്തിന്റെ പരസ്യത്തിലും, നമ്മളെ കുടുംബത്തിലാണെങ്കിലും അല്ലാത്ത സമയങ്ങളിലാണെങ്കിലും എല്ലാ സമയത്തും എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാവ് എന്നെ വീക്ഷിക്കുന്നു എന്ന ഭയപ്പാടോടുകൂടെ തഖ്വയോടുകൂടെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. മറ്റൊരു കാര്യം അല്ലാഹു പറഞ്ഞത്, നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്. എന്താണ്? ഒരു സത്യവിശ്വാസിയായ മനുഷ്യന് ആ പ്രശ്നത്തിൽ ഇടപെട്ട് അയാൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ? പടച്ചോൻ പറഞ്ഞൊരു കാര്യം, ആ കുടുംബത്തിലാണ് പ്രശ്നമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ കുടുംബത്തിൽ ശരിക്കും ഇടപെട്ട് ആ പ്രശ്നങ്ങൾ ഇല്ലായ്മ ചെയ്ത് അവരെ വീണ്ടും പഴയതുപോലെ സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തിക്കണം. ഭാര്യയും ഭർത്താവും പരസ്പരം പിണങ്ങിയതാണോ? ജ്യേഷ്ഠനും അനിയനും അവര് തമ്മിലാണോ പ്രശ്നം? അവർക്കിടയിലേക്കൊന്ന് ഇറങ്ങിച്ചെന്ന് സ്നേഹത്തോടുകൂടെ ഇരുകൂട്ടരെയും ഒന്ന് വിളിച്ചിരുത്തി ആത്മാർത്ഥമായി നിങ്ങൾക്ക് അവരോട് സംസാരിക്കാൻ കഴിഞ്ഞ് അവരെ വീണ്ടും ഒത്തൊരുമിപ്പിച്ച് നല്ലൊരവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചുവെങ്കിൽ ആ മനുഷ്യനെ അല്ലാഹുവിന്റെ പ്രവിശാലമായ കാരുണ്യം കിട്ടും. അപ്പൊ പറയുന്നു, നോക്കൂ നിങ്ങൾ, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ, സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ്. അവരൈക്യത്തോടെ സ്നേഹത്തോടുകൂടെ പരസ്പരം കാരുണ്യത്തോടുകൂടെ ജീവിക്കേണ്ടവരാണ്. എന്നിട്ട് റബ്ബ് പറയാണ്, ഫഅസ്ലഹൂ ബൈന അഖവൈകും, നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ പിണക്കങ്ങളോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ അവർക്കിടയിൽ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ആ രണ്ട് സഹോദരങ്ങൾക്കിടയിൽ യോജിപ്പുണ്ടാക്കണേ, രഞ്ജിപ്പുണ്ടാക്കണേ. വത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ നന്നായി പേടിക്കുകയും ചെയ്യണേ. ഈ പണി നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണോ ചെയ്യുന്നത്, ലഅല്ലകും തുർഹമൂൻ, അവർക്ക് പടച്ചോന്റെ സുന്ദരമായ കാരുണ്യം രണ്ട് ലോകത്തും ലഭിച്ചേക്കാം. അതുകൊണ്ട് ഈ കാര്യങ്ങളും സഹോദരങ്ങളെ കൃത്യമായി ശ്രദ്ധിക്കുന്നവരായി മാറാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അവന്റെ പ്രവിശാലമായ കാരുണ്യം ലഭിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ മുവഹ്ഹിദുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടെ അല്ലാഹുവിന്റെ വിധിയും വിലക്കുകളും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് എല്ലാവരോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പടച്ചോന്റെ കാരുണ്യം നമുക്ക് ലഭിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായി നമ്മൾ കൊണ്ടുവരേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിന്നാ മല്ലം യർഹം സുഗൈറന, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല ചെറിയവരോട് ആദരവ് കാണിക്കാത്തവൻ, കരുണ കാണിക്കാത്തവൻ. പ്രായമേറിയവരെ കാണുമ്പോൾ അവരെ ബഹുമാനിക്കാത്തവരും നമ്മളെ കൂട്ടത്തിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യർഹമു മൻ ഫിൽ അർദ് യർഹമുക്കും മൻ ഫിസ് സമാ.
നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിക്കണം, എങ്കിൽ ആകാശത്തിലുള്ളവൻ നിങ്ങളോടും കാരുണ്യം കാണിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയവരോട്, വലിയവരോട്, അതേപോലെ നാൽക്കാലികളോട് ഒക്കെ കാരുണ്യം കാണിക്കുന്നവരായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ജീവിതത്തിന്റെ ഓരോ സമയത്തും അല്ലാഹുവോട് നമ്മൾ പ്രാർത്ഥിക്കണം, പടച്ചോനെ നിന്റെ പ്രവിശാലമായ കാരുണ്യം നീ ഞങ്ങൾക്ക് നൽകണേ എന്ന് നാം ഓരോരുത്തരും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റഹീമീൻ എന്ന് പടച്ചവനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരായി മാറാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്താനുള്ളത്, സഹോദരങ്ങളെ, ഈ ശഅബാൻ 15 ബറാഅത്ത് രാവ് എന്ന പേരിൽ ഒരു രാവും, അതേപോലെ ഈ ദിവസം വരുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേകമായ നോമ്പ് അനുഷ്ഠിക്കുന്നതും കൃത്യമായി നമുക്ക് ഓരോരുത്തർക്കും കാണാൻ കഴിയും. ഞാൻ കഴിഞ്ഞ ശഅബാനിലേക്കുള്ള തുടക്കവുമായി ബന്ധപ്പെട്ട ഖുതുബയിൽ ഈ കാര്യങ്ങൾ നിങ്ങളോട് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. നമ്മള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നോമ്പുകളായി കുറെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഫറളായ നോമ്പും സുന്നത്തായ നോമ്പുകളും. അന്ന് നമ്മൾ പറഞ്ഞു റമദാനിലെ നോമ്പ്, അതേപോലെ അറഫ നോമ്പ്, മുഹറം 9, 10 ദിവസങ്ങളിലെ നോമ്പുകൾ, തിങ്കളും വ്യാഴവും, അതേപോലെ അയ്യാമുൽ ബീദിന്റെ നോമ്പുകൾ, അതേപോലെ പ്രധാനപ്പെട്ട സുന്നത്ത് നോമ്പുകൾ ഏതാണ് എന്ന് കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. ശവ്വാലിലെ 6 നോമ്പ്, ഇങ്ങനെയുള്ളതൊക്കെ. എന്നാൽ ഇതൊക്കെ കൃത്യമായി നമ്മളെ കൊണ്ട് സാധ്യമാവുന്ന രൂപത്തിൽ ചെയ്യുന്നവരാണ് നമ്മൾ. റമദാനിലെ നോമ്പ് അത് കൃത്യമായി ചെയ്യുന്നവരാണ്. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച്, ശരീരത്തിന്റെ സിഹത്തിനനുസരിച്ച് കൃത്യമായി നിർവഹിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ ഈ നോമ്പുകളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പരിചയപ്പെടുത്തുമ്പോൾ അവിടെ ഒന്നും ഈ ബറാഅത്ത് നോമ്പ് എന്ന പേരിൽ ഒരു നോമ്പ് നമുക്ക് എവിടെയും കാണാനേ സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നബുവത്ത് കിട്ടിയിട്ട് 23 കൊല്ലം ജീവിച്ചില്ലേ. അതിനിടയിൽ ഒട്ടനേകം സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുകയും അനുഷ്ഠിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ 23 കൊല്ലത്തിനിടയിൽ ഒരൊറ്റ ബറാഅത്ത് നോമ്പ് ചെയ്തെങ്കിൽ നമുക്ക് ചെയ്യായിരുന്നു. പക്ഷെ അതിന് ഒരു പ്രമാണമില്ല. രണ്ടാമത്തെ ഒരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്താൽ എന്ത് ചെയ്യും? സ്വഹാബത്ത് പിന്നൊന്നും ആലോചിക്കൂല, അങ്ങനെ ചെയ്യും. അവരുടെ കൂട്ടത്തിൽ ഒറ്റ സ്വഹാബി ഇങ്ങനെ ഒരു നോമ്പ് അനുഷ്ഠിച്ചിട്ടേ ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് ദീൻ എത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, ഐഷ റളിയല്ലാഹു അൻഹയിൽ നിന്നൊക്കെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബിമാരെ ഇരുത്തിക്ക് എന്നിട്ട് അവരിൽ നിന്ന് ദീൻ പിടിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ അവരെ കൂട്ടത്തിൽ ഒരാളും എന്ത് ചെയ്തിട്ടില്ല? ഇങ്ങനെ ഒരു നോമ്പ് അനുഷ്ഠിക്കുകയോ അത് പഠിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു നോമ്പ്, ബറാഅത്ത് നോമ്പ് എന്ന പേരിലൊരു നോമ്പ് ദീനിൽ ഇല്ലാത്തതാണ്. അപ്പൊ അതുകൊണ്ട് ആ കാര്യം കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ആ കൂട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, പിന്നെ ഈ ശഅബാൻ 15 എന്തുണ്ട്? ശഅബാൻ അല്ല, ഏത് അറബി മാസ കലണ്ടർ പ്രകാരം ഏത് മാസമാണെങ്കിലും 15ാമത്തെ ദിവസം വരുമ്പോൾ നോമ്പുണ്ട്. അയ്യാമുൽ ബീദിന്റെ നോമ്പുണ്ട്. അതെന്ത് ചെയ്യാം? നമുക്ക് ചെയ്യാം. അയ്യാമുൽ ബീദിന്റെ നോമ്പ് എന്ത് ചെയ്യാം? അനുഷ്ഠിക്കാം. പക്ഷെ ബറാഅത്ത് 13 ഓരോ മാസത്തിലെയും 13, 14, 15 അറബി മാസ കലണ്ടർ പ്രകാരം ഈ നോമ്പുകൾക്കാണ് അയ്യാമുൽ ബീദ് എന്ന് പറയാം. ആ നോമ്പ് ചെയ്യാം. ആ നോമ്പ് എന്ത് ചെയ്യാം? ഈ ഒരു മാസത്തിൽ നമുക്ക് നിർവഹിക്കാം. അതിന് കുഴപ്പമില്ല. പക്ഷെ
ഈ ഒരു ബറാഅത്ത് നോമ്പ് എന്ന പേരിൽ ഒരു പ്രത്യേകമായ നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച് തരാത്തത് കൊണ്ട് അത് ബിദ്അത്താണ്, അത് കള്ളനാണയമാണ് എന്നത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം എന്നതുകൂടെ സാന്ദർഭികമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദീന് കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ച് നാളെ പരലോകത്ത് പടച്ചോനെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹു അവൻ്റെ പ്രവിശാലമായ കാരുണ്യം നമുക്കെല്ലാവർക്കും നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെയൊക്കെ കച്ചവടങ്ങളിൽ, നമ്മുടെ വ്യാപാരങ്ങളിൽ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ സമ്പത്തിൽ അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്നലകളിൽ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയി നമ്മുടെ പ്രിയപ്പെട്ടവർ അള്ളാഹു അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവർക്കും നമുക്കും അള്ളാഹു അവൻ്റെ അനുഗ്രഹീതമായ സ്വർഗം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. രോഗബാധിതരായ വീടുകളിലും ആശുപത്രികളിലും ഒക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, പ്രത്യേകമായി നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ടവർ, അവരൊക്കെ അസുഖങ്ങൾക്ക് അല്ലാഹു വേഗത്തിൽ ശിഫയും ആശ്വാസവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ചെറുതും വലുതുമായി നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രതിസന്ധികൾക്കിടയിലാണ് നാം ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു അതിനൊക്കെ നമുക്ക് ഉദവിയും തുറവിയും മനസ്സമാധാനവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين آمين برحمتك يا أرحم الراحمين.